കുട്ടികളെ നേരത്തെ ഉറക്കണം. ചെറിയ പ്രായത്തില് പല വീടുകളും 12:30, 11:30, 12 മണിയൊക്കെ ആയിട്ടും ലൈറ്റ് ഓഫ് ആവണില്ല, ഉറങ്ങണില്ല. കുട്ടികൾ ഇങ്ങനെ കളി തന്നെ. എന്നിട്ട് പിറ്റേന്ന് 8 മണി 9 മണി വരെ ഉറങ്ങുക. പേരിനൊരു വെക്കേഷൻ മദ്രസയും. ശനിയും ഞായറും മാത്രം കുട്ടികൾ മദ്രസയിൽ പോവുക. ബാക്കിയുള്ള ദിവസമൊക്കെ ഓന് ഉറങ്ങൽ തന്നെ. സത്യത്തിൽ ഈ രാവിലെ മദ്രസയിൽ പോവുക എന്ന് പറയുന്നത് മദ്രസന്റെ പ്രാധാന്യം മാത്രമല്ല, രാവിലെ എണീക്കുക എന്ന് പറയുന്ന ഒരു ബർക്കത്തും കൂടി കുട്ടികൾക്ക് കിട്ടണം. വെള്ളിയാഴ്ച ഓഫാണെങ്കിൽ തന്നെയും ആ സമയത്ത് കുട്ടികളെ ഉണർത്തണം. കും ബാക്കിറൻ നിം ബാക്കിറൻ, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഏർലി വൈക്കപ്പ് ഏർലി സ്ലീപ്പ്. നമ്മുടെ ഒക്കെ വീടുകളിൽ ഇപ്പൊ ദുരന്തമായിട്ടുള്ള ഒരു പ്രശ്നം, നേരത്തെ ഉറങ്ങൂല, വളരെ വൈകും. സുബീന് ശേഷം ഉറങ്ങുകയും ചെയ്യും. അതോടുകൂടി ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്ത് കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഉണ്ടല്ലോ, എൻ്റെ ഉമ്മത്തിന് നീ പ്രഭാതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ബർക്കത്തായിരിക്കും. സുബീന് ശേഷം ഉറങ്ങരുത്. നിങ്ങൾ ഉമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഔറാദുകളൊക്കെ ചൊല്ലി തീർത്ത്, ഖുർആനൊക്കെ ഓതി തീർന്ന്, വിർദുൽ ലത്തീഫും ദലായിൽ ഖൈറാത്തൊക്കെ ചൊല്ലി തീർത്ത് മൂപ്പര് അല്ലെങ്കിൽ ആ പെണ്ണുങ്ങള് അടുക്കളപ്പണിയും മുറ്റടിച്ചു വാരുന്നതൊക്കെ രാവിലെ തന്നെ തീർന്നാലുണ്ടല്ലോ, ഒരു 10 മണി 9:30 ആകുമ്പോഴേക്ക് ആ വീട്ടിലെ എല്ലാ പണിയും തീർന്നിട്ടുണ്ടാവും. നാസ്ത ആയിട്ടുണ്ടാവും മാത്രമല്ല, ഉച്ചക്കത്തെ ചോറും കറിയും വരെ ആയിക്കഴിഞ്ഞിട്ടുണ്ടാവും. 9:30 10 മണി ആകുമ്പോഴേക്ക് ഈ രാവിലെ ചെയ്യുന്ന കാര്യത്തിന് ഭയങ്കര ബർക്കത്തായിരിക്കും. ഇനി രാവിലെ തന്നെ ഉറങ്ങിക്കൂടി ഗൾഫിന്റെ കൾച്ചറൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണെങ്കിൽ, ഗൾഫിൽ നിന്ന് വന്ന കുറേ സാധനങ്ങളാണ് കസേര നിസ്കാരം, രാവിലത്തെ ഉറക്ക്, പാതിര വരെ 12:30 വരെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് കളിപ്പിക്കുക. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഏതാ ഫ്ലൈറ്റ് എന്ന് ഓർമ്മയില്ല, ആടുന്ന് കയറി വന്നതാ. പിന്നെ സാധാരണക്കാരെ ആലിമീങ്ങളെ വേഷം ധരിക്കലും ഗൾഫിൽ നിന്ന് വന്നതാ. ശരിക്കും നമ്മൾ ആലോചിക്കണം ഓരോന്നും. നമുക്ക് ഇസ്ലാം എന്താണോ പറഞ്ഞത് ആ റൂട്ടിനപ്പുറം നമ്മൾ സഞ്ചരിക്കരുത്. ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിനപ്പുറം നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. രാവിലെ ഉറങ്ങി ഒരു 9:30 10 മണിക്ക് അടുക്കള പണിക്കും വീട്ടു ജോലിയിലും ഇടപെട്ട സ്ത്രീയാണെങ്കിൽ ഉച്ച 3:30 4 മണിയായാലും പറയും, അടുക്കളപ്പണി എടുത്തിട്ട് നടുവോടിന് എത്ര കാലാന്ന് റബ്ബേ. ഒരിക്കലും ഒന്നും പൂർത്തിയാവില്ല. ഒരു എഞ്ചിനീയർ അയാൾ രാവിലെ തന്നെ മൂപ്പരുടെ 5 സൈറ്റിൽ പോയി വന്ന് ഒരു 11 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ട് പറയും, ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഒരു 10 10:30 11 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഉറങ്ങി ഒരു 8:30 9:00 10 മണിക്ക് എണീറ്റിട്ടാണ് പോയതെങ്കിൽ മഗ്‌രിബിനും 3ാമത്തെ സൈറ്റിലുണ്ട് അത്രേ, ഇനിയും 2 സൈറ്റിൽ പോകുന്നത്, അത് പെൻഡിങ്ങിലാണ്, നാളെ പോവാം. കണ്ടോ, എന്റെ ഉമ്മത്തിന് രാവിലെ ബർക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞത് നുബുവത്തിന്റെ ചുണ്ടോണ്ടാ, റസൂലുള്ള പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ബർക്കത്താ. വളരെ വിശദമായി ഇമാം നവവി റഹിമഹുള്ളയുടെ റൂസുൽ മസായിൽ എന്ന കിതാബിലുണ്ട്. അതിൽ പറയുന്നതാണ്, എടോ രാവിലെ വല്ലാത്ത ബർക്കത്തുള്ള സമയമാണ്, അതുകൊണ്ട് രാവിലെ നമുക്ക് എപ്പോഴും എൻഗേജ് ആയിരിക്കണം ഇബാദത്തുകൾ കൊണ്ട്. ഉറങ്ങല് മാത്രമല്ല ബർക്കത്ത് കുറയുന്ന കാര്യം. ചിലയാൾ സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത് എന്ന് ഏതെങ്കിലും ഉസ്താദിന്റെ ക്ലാസ്സിലോ ദർസിലോ കേട്ടതുകൊണ്ട് ഉറങ്ങാണ്ട് മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടിരിക്കും. അതും ബർക്കത്ത് കുറയുന്ന കാര്യം തന്നെ. അവിടെ ഹൈറാത്ത് കൊണ്ട് എൻഗേജ് ആവണം. ഖുർആൻ ഓതുക. ഇന്ന് രാവിലെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ മൂപ്പര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മൂപ്പര് മാസത്തിൽ ഒരു ഖത്ം ഓതി തീർക്കും. മാസത്തിൽ ഒരു ഖത്ം ഓതി തീർക്കും. മൂപ്പര് പറയാ, അത് സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഒരു ജുസ് ഓതും. ഒരു ജുസ് ഓതാ ആകെ കുറഞ്ഞ സമയമല്ലേ കൊണ്ടുള്ളൂ. എല്ലാ ദിവസവും ഓരോ ജുസ് ഓതി 30 ദിവസം കൊണ്ട് ഒരു ഖത്ത് ഓതി തരും. ഇനി എപ്പോഴെങ്കിലും ജുസുകൾ ഇങ്ങനെ പെൻഡിങ്ങിലായാൽ ഞാനിങ്ങനെ ഒന്ന് കാത്തുക്കും. ആരെ? ഓറെ തന്നെ ഓർ കാത്തുക്കും, എങ്ങനെ ഉണ്ട് നോക്കാൻ. സമരമാണ് ജീവിതം, എങ്ങനെ ഉണ്ട്.
അറബി മാസം 27 വരെ മൂപ്പര് മേക്കപ്പ് ചെയ്ത് പോകുന്നില്ല. 27 20 ജുസ് തീർന്നിട്ട് എങ്കിൽ 27 അന്ന് ഇരുന്നിട്ട് വേറെ വാർത്താനില്ല, അന്ന് ഖത്തം തീർക്കും, 3 ദിവസം ഫ്രീ ആയിരിക്കും. എന്താ രസം കേൾക്കാൻ. ഒരു സാധാരണക്കാരനായ ഒരാൾ ഈ അടുത്ത് കുറച്ച് കാലം മുമ്പ് അയാളുടെ ബൈക്കിൽ ഞാൻ കുറച്ചപ്പുറത്തുള്ള ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ അയാള് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തി. അപ്പൊ ഞാൻ കരുതി ടൗൺ പള്ളിയിൽ അവിടെ നിസ്കരിക്കാൻ കയറാനായിരിക്കും. എനിക്ക് ഒരു സ്റ്റോപ്പ് അപ്പുറത്തുള്ള സ്ഥലത്താണ് എത്തേണ്ടത്. അവിടെ മഗ്‌രിബിന് ഞാൻ എത്തൽ നിർബന്ധമാണ്. കാരണം ഏറ്റവും ചുരുങ്ങിയത് മസ്ബൂക്കായിട്ട് എങ്കിലും എത്തിയാലേ കുട്ടികൾ ഉസ്താദ് വന്നിന് ഇന്ന് ക്ലാസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എത്തണം. അപ്പൊ ഇയാൾ ഇവിടെ നിർത്തിയപ്പോ എനിക്കൊരു ശങ്കാശങ്ക. ഒന്നപ്പുറത്തെത്തിയാൽ അവിടെ നമുക്ക് ജമാഅത്തിന് പങ്കെടുക്കാം. അപ്പോഴേക്കാണ് അയാൾ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഒരു ഈത്തപ്പഴം തരുന്നത്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ ഈത്തപ്പഴം തിന്നുന്നുണ്ട്. അപ്പൊ അയാൾ സുന്നത്തോമ്പായിരുന്നു. അപ്പൊ എനിക്ക് അയാളോടൊരു, നിലവിൽ മൂപ്പര് നല്ല മനുഷ്യരാണ്, അതോടൊപ്പം നമ്മൾ ഐനുൽ യഖീൻ നേരിട്ട് കണ്ടതുകൊണ്ട് ഒരു ഇഷ്ടം കൂടി. അപ്പൊ ഞാൻ അയാളോട് ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ ജീവിത സ്റ്റൈൽ എന്താണെന്നറിയാം. സാധാരണ ഒരു നാട് ചെക്കന്ന്, ഒരു ആലിമല്ല, മദ്രസ പോലും സാധാരണ ചെറുക്കൻ. അയാളെ പ്രത്യേകത എന്താ പറയാ, കല്യാണമൊക്കെ കഴിച്ചു. അയാളെ പ്രത്യേകത, ഇന്ന് അറബി മാസം എത്രയാണെന്ന് അയാൾക്ക് വേഗം കിട്ടും. ഇന്നത്ര അറബി മാസം ദുൽഹിജ്ജ 16, ഇന്നത്ര അറബി മാസം റബീഉൽ അവ്വൽ 8, ഇന്നത്ര ദുൽഖഅദ് 3. അങ്ങനെ മൂപ്പർക്ക് കിട്ടുന്നറിയോ. അറബി മാസം ഏതാണോ ഡേറ്റ് ആ എണ്ണത്തിന്റെ ജുസ് മൂപ്പര് ഓതി തീർക്കും. ഇന്ന് മുഹറം 13 ആണെങ്കിൽ 13-ാം ജുസ് ഓതി തീർന്നിട്ടുണ്ടാവും രാവിലെ തന്നെ. ഇന്ന് റബീഉൽ അവ്വൽ 23 ആണെങ്കിൽ 23-ാം ജുസ് ഓതി തീർന്നിട്ടുണ്ടാവും. എന്താ രസം, എത്ര മനുഷ്യന്മാരുണ്ടെന്ന് ഇങ്ങനെ. നമ്മൾ ആരും വിധി എഴുതാനൊന്നും പോകരുത് കേട്ടോ. ഓരോരുത്തർക്ക് അള്ളയായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. ചിലപ്പോൾ ഒരേ കയ്യിൽ കൗണ്ടർ ഉണ്ടായിക്കോളൊന്നുമല്ല, ഒരു ഹൃദയത്തിൽ അള്ളാനോട് എന്തൊക്കെയോ പറയണ്ടാവും. അത് ചിലപ്പോൾ ഓട്ടോ ഡ്രൈവറായിരിക്കും. ഓട്ടോ ഡ്രൈവറായിട്ട് ഇങ്ങനെ പോയി കൈക്ക് ഇങ്ങനെ താമ്പ് കെട്ടി ഇങ്ങനെ പാതിരാക്ക് പൊട്ടിക്കാരന് ദ്വാരക്കും. നാളെ അത് കുട്ടീൻ്റെ പരീക്ഷ ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പിന്നെ മറ്റോനവിടെ കോളേജിൽ ചേർത്തിട്ടുള്ള ഫീസ് അഡ്മിഷൻ കൊടുത്തിട്ടില്ല. ഈ ഓട്ടോ ഓടിച്ചിട്ട് ഞാൻ എവിടെ എത്തേണ്ട റബ്ബേ. എനിക്കാണെങ്കിൽ 2 അറ്റം മുട്ടിക്കാൻ കഴിയുന്നില്ല. ഭാര്യൻ്റെ 3 പ്രസവവും ഓപ്പറേഷൻ. പരീക്ഷണം എന്നൊന്നും ഞാൻ എന്നോട് പറയൂല. അതൊക്കെ ഇഷ്ടം കൊണ്ട് നീ എനിക്ക് തരുന്നതായിരിക്കും. ഒന്ന് എൻ്റെ ജീവിതം ഒന്ന് മുട്ടിച്ച്, ഒന്ന് നല്ല കഴിച്ചലാക്കി തന്ന് എനിക്കൊന്ന് റാഹത്തുള്ള ജീവിതം തരണേന്ന് ആ കണ്ണീരൊൽപ്പിച്ച മനുഷ്യൻ്റെ ദുആ എങ്ങനെ അള്ള സ്വീകരിക്കാണ്ടിരിക്കുക. പച്ച മനുഷ്യന്മാരായിരിക്കും. ഒരാൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് അടുത്തുള്ള സീറ്റിൽ ഇരുന്നു. ആ പെൺകുട്ടി വസ്ത്രത്തിലൊന്നും ഒരു ശരിയില്ല, ഒരു ശരിക്കേടുണ്ട് എന്ന് ഇയാൾക്ക് തോന്നി. അത്ര ഇയാൾ തന്നെ അനുഭവം പറയാം. ശരിക്കേടുണ്ട് എന്ന് തോന്നി. വസ്ത്രമൊന്നും മര്യാദയ്ക്ക് ധരിച്ചിട്ടില്ലേ എന്നുള്ളിടത്തോളം. രാത്രിയാണ് സഞ്ചാരം. ഇയാളിങ്ങനെ ഉറക്കച്ചടവിൽ ഇങ്ങനെ ഉറങ്ങി. പെട്ടെന്ന് ഉറക്കത്തുനിന്ന് നെട്ടിയപ്പോൾ മൊബൈൽ ടോർച്ച് ഇങ്ങനെ കത്തിച്ചിട്ട് ആ പെൺകുട്ടി ബാഗിലുള്ള ചെറിയ ഖുർആൻ എടുത്തിട്ട് സ്കാർഫ് ഇങ്ങനെ ചുറ്റിയിട്ട് ഓതുക. 1:30 2 മണിക്ക്. ആരെയും വിധി എഴുതാൻ പോകരുത്. നമ്മൾ ട്രെയിനിൽ ഇറങ്ങുമ്പോൾ പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തിക്കാൻ കാറുണ്ടാവും, നല്ല ഭക്ഷണം തരാൻ ആജിയന്മാരുണ്ടാവും, നല്ല ഹദിയകൾ ആൾക്കാർ തരും. നമ്മളെ മുന്നിലിരിക്കുന്ന ആളുടെ മൂക്കിന്ന് ഒലിക്കുന്നുണ്ടാവും, വായിന്ന് ഒലിക്കുന്നുണ്ടാവും. അവരൊക്കെ ഹൈ ലെവൽ ദർജയായിരിക്കും അള്ളാൻ്റെ അടുത്ത്. ആരെയും വിധി എഴുതാൻ പോകരുത്. നമ്മൾ ഒരാളെ പ്രായമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇയാൾ എന്നേക്കാൾ എത്ര സുജൂദ് അള്ളാഹ്ക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞാളെ കണ്ടാൽ എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ അത്ര തെറ്റ് മൂപ്പര് ചെയ്തിട്ടില്ലല്ലോ എന്ന്. കണ്ടോ? ഇങ്ങനെ ആരെ കണ്ടാലും നമ്മുടെ അതേ പ്രായത്തിലുള്ള ആളെ കണ്ടാൽ ചിന്തിക്കേണ്ടത് ഇയാൾ സ്വർഗത്തിലും ഞാൻ നരകത്തിലും ആയാലോ എന്ന്. ഒരു നായനെ കണ്ടാൽ ചിന്തിക്കേണ്ടത് ഈ നായ ഏതായാലും നരകത്തിൽ പോയില്ല എന്ന് ഉറപ്പല്ലേ എന്ന്. നമുക്ക് ഉറപ്പുണ്ടോ? നമ്മൾ ആരെക്കാളും മേലെ കയറരുത്. അങ്ങനെ കയറുമ്പോഴാണ് നെഞ്ചിന് കുറച്ച് വീതി കൂടുതൽ ഉണ്ടാവുന്നത്. നോട്ടീസിൽ എൻ്റെ പേര് വരണം, സ്വാഗതത്തിൽ എന്നെ പറ്റിയിട്ട് പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നണത്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴത്തെ സംഭാവന. ജീവിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടല്ലേ അല്ലേ?
സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്ര എനിക്ക് ഒരാളുടെ സ്വത്തും ഈ ഭൂമിയിൽ ഉപകാരപ്പെട്ടിട്ടില്ല. അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ കരച്ചില്. ശരിക്കും സിദ്ദീഖ് റളിയല്ലാഹു ചിരിക്കലേ വേണ്ടി, സന്തോഷം കൊണ്ട് ഒറ്റ കരച്ചില്. എന്താ സിദ്ദീഖ് കരയണത്? എൻ്റെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറയേണ്ടിയില്ലായിരുന്നു നബിയെ. അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറും തന്നെയും റസൂലുള്ളാഹിക്കുള്ളതല്ലേ, ഇഷ്ടംപോലെ പ്രവർത്തിക്കാലോ. എന്തിനാ അബൂബക്കർ എന്ന് പറഞ്ഞത്? നമ്മളെ നാട്ടിൽ അബൂബക്കർ ഹാജി കഴിഞ്ഞ കൊല്ലം 10,000 തന്നിട്ട് ഇക്കൊല്ലം തരാത്തത് അന്നത്തെ മജ്ലിസിൽ ആദരിക്കാത്തോണ്ട്, സ്റ്റേജുമേൽ കസേര ഇല്ലാത്തോണ്ട്, നോട്ടീസിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുത്തില്ലാത്തോണ്ട്. നമ്മളും സിദ്ദീഖ് റളിയല്ലാഹു എന്താ ബന്ധം? തലക്കനം കുറച്ച് ഒഴിവാക്ക്. തലക്കനം ഞാൻ ബഹുമാനിക്കേണ്ട ആളാണ് എന്ന് ചിന്തിച്ചോണ്ടല്ലേ എന്നെ ബഹുമാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആഖിറത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ ഏറ്റവും ഫസ്റ്റ് നരകത്തിലേക്ക് വിളിക്കുന്നത് നമ്മളെയാണെങ്കിലോ? അങ്ങനത്തെ നമ്മളെയാണോ ഈ നാട്ടുകാർ ബഹുമാനിക്കേണ്ടത്? ആണോ? നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ സ്റ്റുഡൻസ് എണീറ്റുന്നു, നിഷ്കളങ്കരായ 1ാം ക്ലാസ്സിലെ കുട്ടികൾ എണീറ്റുന്നു. അതുകൊണ്ട് എന്താ ഇപ്പോൾ കിട്ടിയത്? ആ കുട്ടികൾക്ക് ഉസ്താദിനെ കണ്ടാൽ എണീറ്റിക്കണം എന്നുള്ള സുന്നത്തിന്റെ കൂലി കിട്ടി. നമുക്കെന്തപ്പോ കിട്ടിയ? ആകയാൽ നമ്മൾ ആരെയും വിധി എഴുതാൻ പോകരുത്. ഈമാൻ കിട്ടാത്ത ഒരാൾ, അയാളെ നിന്ദിക്കാൻ പറ്റോ? ഒരു അമുസ്ലിമിനെ ഗീബത്ത് പറയാൻ പറ്റോ ഇസ്ലാമിൽ? പാടില്ല, ഹറാമാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞല്ലേ. ഒരാളെയും പറയാൻ പാടില്ല. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നിസ്കാരത്തേമ്പ് ഉണ്ടാവുക എന്നാണോ മുസ്ലിമിന്റെ അടയാളം? കയ്യിൽ കൗണ്ടർ ഉണ്ടാവുക എന്നുള്ളതാണോ ഇസ്ലാമിന്റെ അടയാളം? എന്താ ഇസ്ലാം പറയണത്? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരാളെ യഥാർത്ഥ മുസ്ലിം ആകുന്നത് ഏതു മനുഷ്യനും അയാളിൽ നിന്ന് നിർഭയത്വം ഉണ്ടാവണം. അയാളുടെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരു ഉപദ്രവവും ഒരു മനുഷ്യനും, അത് മതമുള്ള ആളാവട്ടെ ഇല്ലാത്ത ആളാവട്ടെ, യുക്തിവാദിയാവട്ടെ മതമുള്ള ആളാവട്ടെ, ഏത് മനുഷ്യനായാലും അവനെ കൊണ്ട് ഒരു ഉപദ്രവവും ആർക്കും ഇല്ലെങ്കിൽ അയാൾ മുഅ്മിനാണ്. അതാണ് റംലി ഇമാമിന്റെ വാപ്പ വഫാത്തായപ്പോ റംലി ഇമാം പറഞ്ഞല്ലോ, എൻ്റെ വാപ്പ വഫാത്തായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ജനാദസ്കരിക്കാൻ വരണം. എൻ്റെ വാപ്പാന്റെ പ്രത്യേകത, വാപ്പ ജീവിതത്തിൽ ഒരാളെയും ഒരു ബുദ്ധിമുട്ടിലും ഒരാളെയും ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാത്ത ആളാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് നമ്മളൊക്കെ വാങ്ങിയിട്ട് ഖബറിലേക്ക് പോകണം. നമ്മളെക്കുറിച്ച് ഒരാളും പരാതി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത് മനുഷ്യൻ മാത്രമല്ല, പൂച്ചനെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയിട്ടില്ലേ ഒരു പെണ്ണ്? നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലെത്തിയിട്ടില്ലേ? വഴി യാത്രക്കാർക്കെല്ലാം തടസ്സമാകുന്ന മരത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയതിന്റെ പേരിൽ ഒരാൾക്ക് ദോഷം പുറത്തു കൊടുത്തില്ലേ അള്ളാഹു? ഇല്ലേ? അതുകൊണ്ടല്ലേ മഹാന്മാര് വീട്ടിൽ എലിയുടെ ശല്യം ഉണ്ടായപ്പോൾ ആരോ പറഞ്ഞു പൂച്ചനെ വാങ്ങിയാൽ മതി. പൂച്ചനെ വാങ്ങിയാൽ എലിയുടെ ശല്യം പോകും. അങ്ങനെ പോവുക? ഈ പൂച്ചനെ പേടിച്ചിട്ട് എലിയൊക്കെ പോകുന്നു. ഈ എലി എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്കല്ലേ പോവുക, അപ്പൊ അവർക്ക് ശല്യാവൂലേ? വേണ്ട, ഞാൻ സഹിച്ചോളാം. കണ്ടോ അവരുടെ ഒക്കെ ജീവിതം കണ്ടോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, സഹല ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, അവരുടെ ഒക്കെ ചരിത്രത്തിൽ കാണാം അവരുടെ അയൽവാസി ഒരു അമുസ്ലിമായ സഹോദരനാണ്. അയാളെ സഹല ബിൻ അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാറായി. നമ്മൾ 10 കൊല്ലം ആയല്ലോ അയൽപക്ക ബന്ധമായിട്ട് മുന്നോട്ട് പോണത്. നിന്റെ വീട്ടിലെ ടോയ്ലറ്റിലെ പുറത്തേക്ക് ഒഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ആ വെള്ളം ഒഴുകുന്ന പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. 10 കൊല്ലായിട്ട് ഞാൻ ഈ കൈകൊണ്ട് തന്നെയാണ് വൃത്തിയാക്കണത്. അതിലെനിക്ക് പരിഭവമൊന്നുമില്ല. പിന്നെ ഇപ്പം വിളിച്ചത്, ഞാൻ മരിക്കാറായി, ഇനി ആ പൈപ്പ് ശരിയാക്കണം. എന്തിനെന്ന് വെച്ചാല് ഇനി എൻ്റെ വീട്ടിൽ എൻ്റെ ശേഷം ആരാ താമസിക്കലെന്ന് പറയാൻ കഴിയില്ല. അവർക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൂടി പ്രയാസമായാൽ
എൻ്റെ ജീവിതകാലത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നതുപോലെ തന്നെ എൻ്റെ മരണശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നത് കേൾക്കുമ്പോൾ അയാൾ കരഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ചരിത്രമുണ്ട് കിതാബിൽ. ഇതാ ഒറിജിനൽ ഇസ്ലാമും. ഉഗ്രവാദവും തീവ്രവാദവും അതിൻ്റെ വിഷപ്പാമ്പല്ല ഇസ്ലാം. ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ്. അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം മക്കളിൽ രൂപപ്പെടുത്തണം. രാത്രി നേരത്തെ ഉറങ്ങുന്ന സ്വഭാവം നമ്മളിലെ മക്കളിൽ ഉണ്ടാക്കണം. ഇന്നത്തെ വാഴ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല വാഴട്ട രണ്ടും ഉസ്താദിന്റെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നത്തെ വാഴ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം, എൻ്റെ വീട്ടിൽ നേരത്തെ ഉറങ്ങുന്ന സ്റ്റൈല് രൂപപ്പെടുത്തുന്ന. നിങ്ങൾ ഏത് മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഏത് പണ്ഡിതന്മാർ, അതത് മതത്തിലെ പണ്ഡിതന്മാരുണ്ടാവില്ല, അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും നേരത്തെ ഉണരുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതെ, നേരത്തെ ഉണരണം നമ്മളെ വീട്ടുകാർ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പറയുന്നിടത്ത് കാണാം, ഉപ്പ നേരത്തെ ഉണരും. അപ്പോൾ 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അബൂ യസീദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം തുടങ്ങി ഉപ്പാനെ കണ്ടിട്ട്. ഇത് മദ്രസയിലേക്ക് പോകേണ്ട കുട്ടി 6:30 ഉണരുന്ന സമയത്താണ് ചെറുപ്പക്കാരനായ ഉപ്പ ചുരുണ്ട് ഉറങ്ങുന്നത് കണ്ടാൽ ബാക്കി പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഇനി ആ കുട്ടി എന്താവല്. നമ്മളെന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും മക്കൾ. ചെറുപ്പക്കാരനായ വാപ്പ IPLന്റെ കോപ്പ അമേരിക്കന്റെ യൂറോ കപ്പിന്റെ ആളാണെങ്കിൽ ഓൻ എന്തെങ്കിലും ഒരു കപ്പായി മാറും. ഈ ഉപ്പ അർജന്റീനിയൻ ഫാൻസ് ആണെങ്കിൽ ഏറ്റവും ചുരുക്കുന്നത് മോന് ഫ്രാൻസ് എങ്കിലും ആയിട്ടെങ്കിൽ മോശമല്ലേ? അല്ലേ? മോശമല്ലേ? റണ്ണേഴ്സപ്പെങ്കിലും ആണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? നിങ്ങളെന്താ പറഞ്ഞ? മദ്രസയിൽ പഠിപ്പിക്കുക, സ്കൂൾ പഠിപ്പിക്കുക, ഡ്യൂട്ടി കഴിയോ? ഫീസ് കൊടുക്കലോടുകൂടി, പുസ്തകം വാങ്ങിക്കൊടുക്കലോടുകൂടി? നോ. അദബ് പഠിപ്പിക്കണം. ഉപ്പിയുമ്മി നേരത്തെ ഉറങ്ങുന്ന ശീലമുണ്ടായാൽ കുട്ടികളും അങ്ങനെ ഉറങ്ങും. രണ്ടാമത്തത്, അദബ് പഠിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് തന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭക്ഷണ സമയത്തുള്ള മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മോന് ബിസ്മി ഇല്ലയോ? ചൊല്ലിയോ? ഉപ്പ കേട്ടിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ, നല്ല മോൻ. വലത് കൈ കൊണ്ടാണല്ലോ കുടിക്കേണ്ടത്. ഇതെന്താ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് പോലും നീ ഇടത്തേക്കൊണ്ട് കുടിക്കണത്? തിരുത്തി കൊടുക്കുക. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ മര്യാദകൾ എവിടെയെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അവർക്കത് തിരുത്തി കൊടുക്കൽ സുന്നത്താ. ഹബീബി, വലത്തേക്ക് കൊണ്ട് കുടിച്ചാൽ നന്നായി. കറി ഗ്ലാസ്സിനായിട്ട് കറിയുടെ കറ കഴുകാൻ ആളില്ല എന്നാണെങ്കിൽ വാഷ് ബേസുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 3 പെൺകുട്ടികളുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നോ പ്രോബ്ലം, ധൈര്യമായിട്ട് കറിയോടുകൂടി തന്നെ കുടിച്ചോളിയേ എന്ന് പറഞ്ഞാൽ അവന് മേലാലെടുത്തേക്ക് കൊണ്ട് കുടിക്കൂല. 2 കൈയും കഴുകണം ഭക്ഷണത്തിന് മുമ്പ്. ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിന് മുമ്പും 2 കൈയും കഴുകുന്ന ശീലമുള്ള ആൾക്ക് വലിയ ബർക്കത്തുണ്ടാകുമെന്ന് ഇഹിയ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഉപ്പ കഴുകണം 2 കൈയും. ഉപ്പ കഴുകിയിട്ടില്ലാന്ന് ഈ മോനിക്ക് ഉറപ്പാ. എന്തുകൊണ്ട്? കല്യാണ പന്തലിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചെറുപ്പക്കാരനായ വാപ്പ ചോദിക്കുന്നുണ്ട്, വാഷ് ബേസ് എടുത്തോന്ന്. അന്നേരം തന്നെ മനസ്സിലാവൂലേ ഉടായിപ്പ്, ഇവൻ നേരത്തെ കൈ കഴുകിയിട്ടില്ല. അപ്പൊ നേരത്തെ കഴുകിയിട്ടില്ലേ? പിന്നെ തിരക്കും, പിന്നെ കല്യാണം കുറേ ആളുമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട്, പിന്നെ ഇന്ന് ഞാൻ നാസ്ത കഴിക്കാണ്ട് ഇവിടെ വന്ന എന്നെ ഫുഡ് ജമ്മും കസറാക്കി അങ്ങനെ അടിച്ച് ചാമ്പ കൈയൊന്നും കഴുകാൻ നേരം കിട്ടിയിട്ടില്ല. ഇനി ഈ മോൻ എങ്ങനെ നന്നാവല്? അപ്പൊ വേറൊരു ഉടായിപ്പ് മറുപടി, എന്തേ കൈ കഴുകിയ ഉസ്താദ് എങ്ങനെ? അവിടെ കുടിക്കാൻ കൊണ്ടുവച്ച ജഗ്ഗിലുള്ള വെള്ളം കൊണ്ട് ഞാൻ എവിടെ പോയി നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പൊ കഴുകാന് ജീരക വെള്ളം കൊണ്ടും കരിങ്ങാല് വെള്ളം കൊണ്ടൊന്നും കൈ കഴുകിയ സുന്നത്തിട്ടൂല. ഒന്നോടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടാ കൈ കഴുകേണ്ടത്. ഐസ്ക്രീം കൊണ്ടും ശവനപ്പുണ്ടാ കൈ കഴുകല്. ഇതൊക്കെ
ഉപ്പാനെ കണ്ടിട്ട് പഠിക്കണം, ഉമ്മാനെ കണ്ടിട്ട് മക്കൾ പഠിക്കണം. ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം മക്കൾക്ക്. ഒരു ചോക്ലേറ്റ് കിട്ടി കുട്ടിക്ക്, അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ തന്നെ പറയാ അനുജനും കൊടുക്കണം എന്ന്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ 2 എണ്ണം വാങ്ങിയിട്ട് വന്നാൽ പോരെ. 2 എണ്ണം വാങ്ങേണ്ട സന്ദർഭം ഉണ്ടാവും, വാങ്ങാം, പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴും 2 പീസ് വാങ്ങരുത്, ഒന്നും വാങ്ങണം. എന്തിന്? ഓനിക്കും ജീവിതത്തിൽ ഷെയർ ചെയ്യണമെന്ന് പഠിപ്പിക്കണം. ഇല്ലാത്ത ആൾക്ക് കൊടുക്കണമെന്ന് ഭാവിയിൽ ഒരു പാരസ്പര്യ ബോധം ഉണ്ടാവണമെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്നും റീൽസ് എന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അവനവനിസത്തിന്റെ ലോകത്തുനിന്ന് പാരസ്പര്യ ലോകത്തേക്ക് എത്തണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അനുജനും ചിക്കൻ്റെ പീസ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുക, എന്നിട്ട് പറയാ ഇത്താത്തക്കും അനുജനും കൊടുക്കണം, വലുതന്നെ ഉപ്പ വാങ്ങിയിട്ടുണ്ട്, മോൻ കൊടുക്കുമല്ലോ, ഇതാ അവർക്ക് കൊടുക്കണേന്ന് പറയാം. ഉപ്പ നോക്കുന്നില്ല എന്ന് അഭിനയിച്ചിട്ട് നോക്കുകയും വേണം. വെരി ഗുഡ്, നല്ല മോൻ. അല്ലാതെ എന്തല്ല, ഉപ്പ ചോക്ലേറ്റ് ഉണ്ടോ, ചോക്ലേറ്റ് ഉപ്പാൻ്റെ കീശയിലുണ്ട്, ഇപ്പം എടുത്താൽ ഇവിടെയുള്ള ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടി വരും, ഇപ്പം എടുക്കേണ്ടതില്ല, ഇപ്പം വേണമെങ്കിൽ നിനക്ക് ഞാൻ തരാം, നീ ജീൻസ് കീശൻ്റെ വേക്കിലത്തെ കീശയിൽ ഇട്ടിട്ട് വേഗം മേലെ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഇടുന്ന കൊട്ടൻ്റെ വേക്കിൽ നിന്നിട്ട് ഫുള്ള് തിന്നിട്ട് ടിഷ്യൂ കൊണ്ട് വായ തുടച്ചു കൊടുത്തിട്ട് വാ വയിലേഹ് തുർജഊൻ സദഖല്ലാഹ്. എന്താ നീ പറഞ്ഞതടാ ഹയവാന്? എത്തപ്പ പറഞ്ഞത്? എന്താ ഇപ്പൊ പറഞ്ഞത്? എന്താ ഇപ്പൊ ആ മോനോക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആ മോനിക്ക് നിന്നിലൂടെ എന്താ ഇപ്പൊ കിട്ടിയത്? ആ കുട്ടി ഇനി അവനവനസത്തിലേക്ക് ഒതുങ്ങിക്കൂടും. പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നോ ചുറ്റുവട്ടത്തുള്ളവരെ കാണണമെന്നോ അവന്റെ ജീവിതത്തിൽ ഇനി ചിന്തിക്കൂല. അങ്ങനെയല്ല, 6 ചോക്ലേറ്റ് ഉപ്പ വാങ്ങിയതിന് എല്ലാവർക്കും നീ തന്നെ കൊടുക്കണം എന്ന്. അപ്പോൾ എനിക്ക് 2 എണ്ണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ ഇങ്ങനെ കൊടുക്കാൻ അവനെ പഠിപ്പിക്കണം. എന്നാലേ പാരസ്പര്യ ബോധം ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഇപ്പോൾ ചാരിറ്റി ഫോർ ചാരിറ്റിയാണ്, ഫോട്ടോക്ക് വേണ്ടി ചാരിറ്റി. എൻ്റെ മോളെ കല്യാണം അടുത്താഴ്ച വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം സഹായിച്ചാൽ അപ്പം ഇങ്ങോട്ടേക്ക് കിട്ടുമെന്ന ചാരിറ്റി. അങ്ങനെ ചാരിറ്റി ഫോർ ചാരിറ്റിയുടെ കാലത്ത് നിഷ്കളങ്കമായി ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക. അതാ ഭക്ഷണത്തിൻ്റെ മര്യാദ. വസ്ത്രത്തിൻ്റെ മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കണം. ആണിൻ്റെ വേഷം പെണ്ണ് ധരിക്കരുത് എന്ന് നേരത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ കാലത്ത് അത് പ്രസക്താണല്ലോ. ഇങ്ങനെ ഓരോ സമയത്തുള്ള മര്യാദകൾ ഉപ്പയും ഉമ്മയും ശരിക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി നല്ല ശീലത്തിൽ അങ്ങ് വളരും. ഇപ്പൊ ചില കുട്ടികളെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു SSLC കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്, കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. അല്ലെങ്കിൽ മെറിറ്റ് ഈവനിങ്, ഐ മീൻ +2-നും SSLCക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിയ റാങ്ക് ഹോൾഡേഴ്സ്, ഫുൾ A+കാർ A+ മീറ്റൊക്കെ വിളിച്ചിട്ട് നടത്തി. അങ്ങനെ എല്ലാവരും മൊമെൻറ്റോവും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകുമ്പോൾ 2 കുട്ടികൾ കസേരൊക്കെ എടുത്ത് വെച്ച് സൈഡിൽ വെച്ച്, പിന്നെ എല്ലാവരും കുടിച്ച ഗ്ലാസ് ഡിസ്പോസിബിൾ അതൊക്കെ പൊറുക്കി എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് മെയ്ക്ക് ശരിയാക്കിയിട്ട് അവിടെ വെച്ച് കസേരൊക്കെ എടുത്ത് വെച്ച്. ഈ 2 കുട്ടികളെ കാണുമ്പോൾ സാർമാരും ഉസ്താമാരും പറയും, അല്ല മെച്ചേർഡായ പിള്ളേരാണ്. ആരാണത്? ഒന്ന് നമ്മളെ റഫീഖാണ്, മറ്റേത് ഷെഫീഖാണ്. മെച്ചേർഡല്ലേ കുട്ടികൾ? ഭയങ്കര പക്വതയുള്ള കുട്ടികളല്ലേ? ഈ പക്വത, മെച്ചേർഡ് എന്ന് പറയുന്നതിൻ്റെ ഭാഷയാണ് അദബ്. അത് വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇതൊക്കെ പഠിപ്പിക്കണം. നെക്സ്റ്റ്, നമ്മുടെ മക്കൾ നന്നാവാൻ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്ന അടുത്ത കാര്യം എന്താ? നമ്മളെ മക്കൾ നന്നാവാൻ ഉപ്പയും ഉമ്മയും നന്നാവണം. ഉപ്പ രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുന്ന ഉപ്പയാണെങ്കിൽ ഭാര്യൻ്റെ ഉമ്മന്ന് ഡിലീറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ടാവും, എന്നാലും അതിൻ്റെ ഒരു സീക്വൻസ് മക്കളിൽ ഉണ്ടാവും, അതിൻ്റെ കറുത്ത കുത്ത്. നമ്മുടെ രഹസ്യത്തിന്റെ പരസ്യമായിരിക്കും നമ്മളെ മക്കള്. നമ്മളെന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോസ്റ്റാറ്റാണ് നമ്മളെ മക്കള്. നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത പേപ്പറാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റും അങ്ങനെ തന്നെ ആയിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഉപ്പാന്റെ ഉമ്മാന്റെ രഹസ്യ ജീവിതം എന്താണോ അതായിരിക്കും ഭാവിയിൽ മക്കളായി രൂപപ്പെട്ടു വരിക.
ഇന്നല്ലാഹ ലാ യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി. ബുഖാരി ഇമാമിന്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാളുടെ ജീവിതം നന്നായാൽ അയാളുടെ മക്കൾ മാത്രമല്ല മക്കളെ മക്കളും സ്വാലിഹീങ്ങളാകും. ഒരു നാട്ടിലൂടെ മൂസാ നബി അലൈഹി സ്വലാമും ഖളിർ അലൈഹി സ്വലാമും നടന്നു പോകുമ്പോൾ ഫുഡ് ചോദിച്ചു, വെള്ളവും അവർ കൊടുത്തിട്ടില്ല. ആ നാട്ടിലെ ഒരു വീട്ടിലെ പൊളിഞ്ഞു വീഴാറായ മതിൽ ഖളിർ അലൈഹി സ്വലാം ശരിയാക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇവർ ഭക്ഷണമൊന്നും തരാത്ത കൗമല്ലേ, ഇവരുടെ മതിൽ എന്തിനാ ശരിയായി കൊടുക്കുന്നത്? ഖളിർ അലൈഹി സ്വലാമിന്റെ മറുപടി, വഖാന അബൂഹുമാ സ്വാലിഹ. ഈ രണ്ട് ചെറിയ എത്തീമക്കളില്ലേ, മൂന്നാമത്തെ അല്ലെങ്കിൽ ഏഴാമത്തെ ഉപ്പയും ഉമ്മയും സ്വാലിഹീങ്ങളാണ്. എത്രയോ മേലെയുള്ള ഉപ്പാപ്പിയും ഉമ്മാമിയും നന്നായോണ്ട് ഒരു നബി ഈ മക്കൾക്ക് ഹിദ്മത്ത് എടുത്തു കൊടുക്കുകയാണ്. കണ്ടോ, ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പറയുന്നുണ്ട്, ഉപ്പിയുമ്മയും നന്നായാൽ മക്കളെ മക്കൾ ആ തലമുറ നന്നാകുമെന്ന് ഈ ആയത്ത് രേഖയാണ്, ഈ ആയത്ത് തെളിവാണ്. അതുമാത്രല്ല, ഒരാളുടെ യുവത്വകാലം നല്ല കാലാണ്, തഖ്വയുള്ള കാലം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി നല്ല തഖ്വയുള്ള ജീവിതം ഉള്ള ഇബാദത്തുള്ള ജീവിതമാണ് ആ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരി. എങ്കിൽ കേട്ടോളിയെ, എങ്കിൽ മക്കള് നന്നാവും എന്നുള്ള കാര്യമെല്ലാം പിന്നെ വരുന്നതല്ലേ, ഇപ്പൊ ലൈവായിട്ടുള്ള കാര്യം ഇനി പറയാൻ പോണത്. ഒരാളുടെ യുവത്വം നല്ല ജീവിതം, ഇബാദത്തില്ല, അള്ളാന്റെ മാർഗത്തിലുള്ള ജീവിതം, തെറ്റുകുറ്റങ്ങളിലില്ല, ഹറാമുകളിൽ ഇല്ല, ക്യാമ്പസിലെ തെറ്റുകുറ്റങ്ങളിലോ സോഷ്യൽ മീഡിയയിലെ ഹറാമുകളിലോ പെടാതെ സ്വലാത്ത്, ദിക്ർ, ദീനി പ്രവർത്തനം, പള്ളി, ഇബാദത്തുമായി ജീവിക്കുന്ന നല്ല ജീവിതം. എങ്കിൽ അയാൾ കല്യാണം കഴിച്ചാൽ ആ ദമ്പതിമാർക്ക് ഉണ്ടാവുന്ന മക്കളെ മക്കൾ കുടുംബ പരമ്പര നന്നാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് പിന്നീട് ഫ്യൂച്ചർ അല്ലേ, ഇപ്പോഴുള്ള കാര്യം പറയാം. അതെന്താണെന്നറിയോ, ഇയാള് തന്നെ വളർന്ന് വലുതായി പ്രായമായി കഴിയുമ്പോൾ ഈ പ്രായത്തിലും വയസ്സനായാലും വാർദ്ധക്യത്തിലും ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഈ യുവത്വകാലത്തെ ഇബാദത്തിന്റെ ബർക്കത്ത് കൊണ്ട് അയാൾക്ക് കഴിയുമെന്ന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം. അപ്പൊ പ്രായമുള്ള കാലത്ത് കുറേ ഇബാദത്ത് ചെയ്യുന്ന, തഹജ്ജുസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന ഉമ്മാനെ, ഉമ്മാമാനെ, ഉപ്പാപ്പാനെ കണ്ടാ മനസ്സിലായിക്കോളി, ഓർ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. അടിച്ചു പൊളിച്ച് തിമിർത്താടിയിട്ട് പിന്നീട് തൗബ ഇത് നന്നാവുമെന്ന് വിചാരിക്കുന്ന കാലം ഒരു പക്ഷെ നമുക്ക് ആ കാലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന ബോധം നമുക്കുണ്ടാവും. മക്കള് കാര്യം മാത്രമല്ല, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ തെറ്റെയ്യുന്നതിനനുസരിച്ച് നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ആട്, കോഴി, അതിനെന്നെ അതിൻ്റെ ഒരു ശകുനം ബർക്കത്ത് കമ്മി ഉണ്ടാവുന്ന. എന്നിട്ടല്ലേ നമ്മളെ മക്കളെ കാര്യം. അതുകൊണ്ട് നമ്മളെ നല്ല ജീവിതമാവണം, നല്ല ജീവിതം ഉണ്ടാവണം, എന്നാലേ നമ്മളെ മക്കൾ നന്നായി കിട്ടുള്ളൂ. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മളെ മക്കൾക്ക് നന്നായി ദീനങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. സയൻസും ടെക്നോളജിയൊക്കെ എത്ര പഠിച്ചാലും അപരനെ സഹായിക്കണം, അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തണം, പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് ആ കുട്ടിക്ക് കിട്ടണമെങ്കിൽ മതബോധം ഉണ്ടാവണം, ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രിയും PGയും എടുത്തതുകൊണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കൽ എൻ്റെ കടമയാണെന്ന് കിട്ടുമോ? വീണ ആപ്പിള് ഗുരുത്വാകർഷണ ബലാണ് അതിൻ്റെ കാരണം എന്ന് ന്യൂട്ടൻ്റെ തിയറി പഠിച്ച ഒരാൾക്ക് ഈ വീണ ആപ്പിൾ എൻ്റേതല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക് തന്നെ ഇട്ടു കൊടുക്കണം, ഇനി എൻ്റേതാണെങ്കിൽ പാവപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം എന്ന് കിട്ടണമെങ്കിൽ ഈ തിയറി കൊണ്ട് കിട്ടുമോ? H2SO4ഉം സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഈ കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും ഒക്കെ കുറേ പഠിച്ചാൽ ശരി, ആക്കെ പഠിക്കണം. കാലാനുസൃതമായ വിജ്ഞാനം നമുക്ക് ഉണ്ടാവണം. ഉമ്മ അസുഖമായാൽ, ഉമ്മക്ക് പ്രായമായാൽ ഓൾഡ് ഏജ് ഹോംസിൽ
വൃദ്ധസദനത്തിൽ കൊണ്ടിടല്ല വേണ്ടത്, ഞാൻ അവരെ പരിചരിക്കണമെന്ന ബോധം കിട്ടണമെങ്കിൽ ഈ സയന്റിഫിക് തിയറീസ് കൊണ്ട് കിട്ടുമോ? CCTV-യും നിയമപാലകരും ഉള്ളത് കൊണ്ട് ഞാൻ കള്ളു കുടിക്കാൻ പാടില്ല എന്ന ഭൗതിക ചിന്താഗതിയിൽ നിന്ന് വരുള്ളൂ. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു തെറ്റിലും പെടരുത് എന്ന ചിന്ത വരണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദീൻ ഉണ്ടാവണം, മതബോധം ഉണ്ടാവണം, മോറൽ വിദ്യാഭ്യാസം ഉണ്ടാവണം. അതിന് കുട്ടികൾക്ക് നന്നായി ദീൻ പഠിപ്പിക്കണം. അതിന് നമ്മളെ നാട്ടിലെ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണം. അതിന് ചെറിയൊരു ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഫറൂഖ് എന്ന പേരുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന ഭാര്യക്ക് 30,000 ദിർഹം കൊടുത്തിട്ട് പറയാ, ഞാൻ കച്ചവടത്തിനും മറ്റാവശ്യങ്ങൾക്കൊക്കെയായി വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇനി വരുമോ വരൂലേ, വന്നാൽ തന്നെ എപ്പോഴാണ് എത്തുക എന്നൊന്നും പറയാൻ പറ്റൂല. ജനിക്കുന്ന കുട്ടിയെ നന്നായി മതം പഠിപ്പിക്കണം, അവനെ നന്നാക്കിയെടുക്കണം, അതിനാണ് ഈ പണം ചെലവാക്കേണ്ടത് എന്ന് പറഞ്ഞ് ഫറൂഖ് യാത്ര ആരംഭിച്ചു. വഫയാത്തുൽ അയാനിൽ ഇബ്നു ഖല്ലിക്കാൻ തങ്ങൾ ഈ ചരിത്രം പറയുന്നുണ്ട്. തബഖാത്തു ഷാഫിഇയ്യത്തിൽ കുബറയിൽ ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഉമറുൽ ബുൽഖൈനി തങ്ങളുടെ തദ്കിറയിലും ചരിത്രം ഹ്രസ്വമായി പറയുന്നത് കാണാം. ഫറൂഖ് കച്ചവടവും മറ്റാവശ്യങ്ങളും ലക്ഷ്യം വെച്ച് ദീർഘദൂര യാത്രയിലാണ്. 1, 2, 3, 4 വർഷങ്ങൾ കഴിഞ്ഞു വന്നില്ല. ഒരുപാട് കാലം കഴിഞ്ഞ് 27 വർഷം കഴിഞ്ഞിട്ട് തൻ്റെ പഴയ ഓർമ്മയിൽ നിന്ന് ആ പഴയ വീട് തപ്പി പരതി സെർച്ച് ചെയ്ത് ഇങ്ങനെ നാട്ടിലേക്ക് എത്തി. അവസാനം ആ ചെറിയ ഓർമ്മയിൽ നിന്ന് തൻ്റെ വീട്, ആ ചെറിയ വീട്ടിൻ്റെ അടുത്തെത്തി കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കുന്തം കൊണ്ട് ഇങ്ങനെ വാതിൽ മുട്ടി. അപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയാണോ? അതെ. നിന്റെ വീടോ? ഇത് എൻ്റെ വീടാടോ. എവിടുന്നോ വന്ന ഒരാൾ എൻ്റെ വീടെന്ന് അവകാശവാദമായിട്ട് വരുന്നു. നിങ്ങളാരാ? എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് നിങ്ങളാരാന്ന് എന്നോടോ? എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ എന്നോടാണല്ലോ ഈ ചോദ്യം ചോദിക്കണത്. രണ്ടുപേരും തർക്കത്തിലെത്തി. അടിപിടിയിലേക്ക് എത്തുമോ എന്ന ആശങ്കയാണ് ഇനിയുള്ളത്. നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി മസ്ലഹത്തിൻ്റെ ചർച്ചകൾ ആരംഭിക്കണോ എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു പെൺ ശബ്ദം. നാട്ടുകാരെ, നിങ്ങൾ പോയിക്കോളി, ഇത് രണ്ടാളും പരസ്പരം അറിയാത്തോണ്ടുള്ള ശങ്കാശങ്കയാണ്. വന്നത് എൻ്റെ ഭർത്താവാണ്. 27 കൊല്ലം മുമ്പ് മൂപ്പര് പോയതാ. അന്ന് ഞാൻ ഗർഭിണിയാ. പിറ്റത്തെ കൊല്ലം പ്രസവിച്ചു. 26-ാം വയസ്സുള്ള എൻ്റെ മോനാ ഇത് മോനാന്ന് ഉപ്പാക്കോ അത് ഉപ്പയാണെന്ന് മോനിക്കോ അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ പോയിക്കോളി, പ്രശ്നം വലുതൊന്നുമല്ല, കാര്യം തീരുന്ന പ്രശ്നമേ ഇല്ല എന്ന് നാട്ടുകാർ പിരിഞ്ഞുപോയി. ഇവർ പരസ്പരം പൊരുത്തപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ നൽകി ഉപ്പ ഉള്ളിലേക്ക്, മോന് പുറത്തേക്കും പോയി. ഫറൂഖ് 27 കൊല്ലം ശേഷം ഭാര്യയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, പണ്ട് വളരെ മുമ്പ് ഒരു 30,000 ദിർഹം തന്നിട്ട് അതൊക്കെ വെക്കേണ്ടടുത്ത് വെച്ചിട്ടുണ്ട്, ചെലവാക്കേണ്ടടുത്തേ ചെലവാക്കിയിട്ടുള്ളൂ, വന്ന ഉടനെ അതാണോ ചോദിക്കണത്? ഒന്ന് ഫ്രഷായി മദീനത്തെ പള്ളിയിലൊക്കെ പോയി ഒന്ന് ആൾക്കൊന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു റാഹത്തായിട്ട് വന്നൂടെ? ഓക്കെ. ഒന്ന് ഫ്രഷായി മദീനത്തെ പള്ളിയിലേക്ക് എത്തി. 1000 പങ്കെടുക്കുന്ന പണ്ഡിത ദർസ്, മദീനത്തെ പള്ളിയെ പുളകിതമാക്കുന്ന ഒരു ദർസ്. സുബ്ഹാനല്ലാഹ്. ദർസിൽ ശിഷ്യന്മാരാരൊക്കെ ഉള്ളതെന്നറിയോ? മാലിക് ഇമാം അടക്കമുള്ള വലിയ റളിയല്ലാഹു അൻഹു മഹാന്മാർ, ഇമാമു ദാരിൽ ഹിജ്റ, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പ്രധാന ഉസ്താദല്ലേ മാലിക് ഇമാം. ആ മാലിക് ഇമാം അടക്കം ശിഷ്യന്മാര്. അപ്പൊ ഉസ്താദ് ആരായിരിക്കും? പരിചയമില്ല, നോക്കുമ്പോ പരിചയമില്ല. അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോ ഈ ദർസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നല്ല പണ്ഡിതൻ. അതുകൊണ്ടാണല്ലോ ഈ മഹാന്മാർ ഇവിടെ ദർസ് കേൾക്കാൻ ഇരിക്കണത്. ഞാൻ നോക്കുന്നതിനനുസരിച്ച് ആ പണ്ഡിതൻ ഇങ്ങനെ തല താഴ്ത്തി കൊണ്ടുപോവാൻ, എന്നെ കാണണ്ട എന്ന മട്ടത്തിൽ. കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കപ്പോഴാണ് നേരത്തെ എൻ്റെ ഭാര്യ, ഞാൻ വളർത്തിയ മോൻ, എൻ്റെ മോൻ എന്ന് പറഞ്ഞ മോനാണല്ലോ അത്. കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങി സന്തോഷം കൊണ്ട്.
ഉടനെ വീട്ടിലേക്ക് ധൃതി പിടിച്ചു പോയി. ഭാര്യയോട് പറഞ്ഞു, ഒരത്ഭുതം കണ്ടു മോളെ എന്ന്. എന്തേന്ന് വെച്ചു. ആയിരക്കണക്കിന് ആലിമീങ്ങൾക്ക് മഹാന്മാർക്ക് ദർശനം നടത്തുന്ന നമ്മളെ മോനെ എന്ന്. ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറയാം? നിങ്ങൾ തന്ന 30,000 വലിയ എമൗണ്ട് ഈ മോനെ ആലിമാക്കാനാ ചെലവാക്കിയത്. നിങ്ങൾ തന്ന പണം ഞാൻ വെക്കേണ്ടടുത്ത് തന്നെയല്ലേ വെച്ചത്? അതെ മോളെ നീ വെക്കേണ്ടടുത്ത് തന്നെയാണ് വെച്ചത്. ആ മഹാനാണ് മാലിക് ഇമാമിന്റെ അടക്കം ഉസ്താദായ റബീഅത്തു റൈ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതൻ. അരമനയുടെ അകത്തളത്തിൽ നിന്ന് ഒരു ഉമ്മ വളർത്തിയ മോനാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾക്കുന്ന സഹോദരിമാരോടാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് കഴിയുമോ ലോകത്തിൻ്റെ ദിഗിന്ധങ്ങളിൽ 4 ഭാഗത്ത് ദീനെത്തിച്ച മഹാന്മാരായ മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ ഉസ്താദായ റബീഅത്തു റൈ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനെ വീട്ടിൻ്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് അന്താരാഷ്ട്ര ലോകം വരെ എത്തുന്ന പണ്ഡിതനാക്കിയത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഉമ്മയായിരുന്നു. നിങ്ങൾക്ക് ആ ഉമ്മയാവാൻ കഴിയുമോ എന്നാണ് ഈ പരിപാടി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം. ആ ഭാര്യ മോനെ ആലിമാക്കുമ്പോൾ അതിന് 100 സപ്പോർട്ട് നൽകിയ ഫറൂഖ് എന്ന ഭർത്താവാൻ നമുക്ക് കഴിയുമോ എന്നും ചോദ്യത്തിൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട് കൂട്ടുകാരെ. നമ്മുടെ ഖബറൊന്ന് സ്വർഗമാവണം, നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയണം. അതിന് നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായ മക്കളൊന്ന് നന്നായി കിട്ടണം. നിന്റെ മോനതാ റോഡ് സൈഡിൽ കള്ളു കുടിച്ച് കിടക്കുന്നു, നിന്റെ മോളതാ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു എന്ന് നമ്മൾ ദുനിയാവിൽ കേൾക്കേണ്ടി വന്നാൽ എന്തിന് നമ്മൾ ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.